ഊട്ടിയെത്തിയതിന് ശേഷം രാവിലത്തെ ചെറിയ കാഴ്ചകളാട്ടോ ഇത്. രാവിലെ തന്നെ ദേ ഞങ്ങള് ബ്രഷ് പോലും ചെയ്തിട്ടില്ല. എണ്ണീറ്റ് പാടെ ഇങ്ങനെ ഇരിക്കാണ് ഇവിടെ. ഊട്ടിയിൽ എപ്പോ വന്നാലും ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അത്ര ഒരു തണുപ്പുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് തണുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിതേ കുറച്ച് നേരം പുറത്തിറങ്ങി എന്നാ വെയില് കൊള്ളാന്ന് വിചാരിച്ചു ട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ എപ്പം നോക്കിയാലും ഊട്ടിയിലേക്ക് പോണെന്നുള്ളത്. എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ ആ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അറിയില്ല. പക്ഷേ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഈ ഒരു സ്ഥലമായിട്ട്. ഞാൻ ഇരിക്കുന്ന കണ്ട് ഓപ്പോസിറ്റ് ഒരാളും എന്നെപ്പോലെ ഇരിക്കുന്നുണ്ട് ട്ടോ. രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. തനിക്കുട്ടി ഇതേ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിക്കലാണ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ റൂം വെക്കേറ്റ് ചെയ്തു ട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് എന്തോ ഒരു കുറവില്ലേ, അതെന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ. അത് ഓർത്ത് എനിക്ക് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് റോബസ്റ്റോ ആയിരുന്നു ട്ടോ. തനിക്കുട്ടിയാണ് റോബസ്റ്റോ നല്ലോണം കഴിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും റോബസ്റ്റോ എല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇതേ പോയത് വേറൊരു സ്ഥലത്തേക്കാണ്. അതെവിടേക്കാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഊട്ടിയിൽ എല്ലാ ടൂറിസ്റ്റ് പ്ലേസ് പോലെയല്ല ഇവിടെ പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകണം. കിന്നക്കോരെ പോലെ ഒരു അടിപൊളി സ്പോട്ടാണത്. അപ്പോൾ നമ്മൾ പോണത് ഇനി അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ആ കാഴ്ചകളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ എത്തുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.